സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനായ ഗാലക്സി S23 ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ഇതൊന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്തിട്ട് ഡീറ്റെയിൽ നമുക്ക് myGയിലെ അരുണിനോട് ചോദിക്കാം. ഓക്കെ, അപ്പം S22യും S23യും തമ്മിലുള്ള വ്യത്യാസം എന്താ? S23യിൽ ഇതിൽ ബാറ്ററി ബാക്കപ്പ് ഓരോന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ S22ൽ ബാറ്ററി ബാക്ക് 3700 mAh ആയിരുന്നു. ഇതിൽ 3900 mAh ഉണ്ട്. ഒന്നുകൂടി ബാറ്ററി ബാക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ്, അത് ഒന്നുകൂടി ബെസ്റ്റ് ആണ്. പിന്നെ സെയിം തന്നെ നമ്മുടെ ചിപ്സെറ്റ് ഒന്നുകൂടി മാറ്റി, അതായത് പണ്ടത്തേലുള്ളത് ഏജന്റ് 1 ആണ് ഉണ്ടായിരുന്നത്, ഇത് ഏജന്റ് 2 ആണ്. അതുകൂടാതെ തന്നെ നൈറ്റോഗ്രഫിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഇമേജസ് ആണ് നമുക്ക് ഈ പ്രൊഡക്റ്റിൽ ക്യാപ്ചർ ചെയ്തെടുക്കാം. പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്യൂട്ട് ഡിസൈൻ ആണ്, അത്യാവശ്യം ബെസ്റ്റ് ആണ് ഡിവൈസ്. പിന്നെ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. ഇതിൽ യൂസ് ചെയ്യുന്നത് ഗുറിലാസ് വിക്ടസ് 2 ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, അതെ ഒന്നുകൂടി നല്ലൊരു ബെസ്റ്റർ ഫീലിംഗ് തന്നെ പ്രൊഡക്റ്റിൽ ഉണ്ടാവും. പിന്നെ സാംസങ് ഗാലക്സി S23 ഡിസ്പ്ലേ ഡൈനാമിക് കമ്പ്യൂട്ടർ 2x ഡിസ്പ്ലേ ആണ്. നല്ലൊരു അടിപൊളി വ്യൂയിങ് എക്സ്പീരിയൻസ് എന്തായാലും പ്രൊഡക്റ്റിൽ ഉണ്ടാവും. നമുക്ക് സൈസ് കൂടിയ മൊബൈൽ ആണെന്നെങ്കിൽ ഒന്ന് ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. 6.1 ഇഞ്ചാണ് പ്രൊഡക്റ്റിന് സൈസ് ഉണ്ടാവുള്ളൂ. സാംസങ് ഗാലക്സി S23യുടെ ഡെമോ നമ്മുടെ myG ഫ്യൂച്ചർ ഷോറൂമിൽ അവൈലബിൾ ആണ്. വളരെ മികച്ച ഓഫറോടുകൂടി നമ്മുടെ S23യുടെ പ്രീ ബുക്കിംഗ് myGയിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും myG വിസിറ്റ് ചെയ്യൂ, S23 എക്സ്പീരിയൻസ് ചെയ്യൂ.